ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെയിൽ കിട്ടാറുള്ളൂ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അകത്തെ പണികൾ ഏകദേശം ചെയ്തു. പിന്നെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ആ കാണുന്ന കലങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ വരുമ്പോൾ എടുത്ത് വെയിൽ കൊള്ളിക്കലുണ്ട്. എന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് തന്നെ അത് എടുക്കാതെ നിൽക്കുമ്പോഴേക്ക് പൂപ്പൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പൂപ്പൽ വന്നത് കഴുകി ഒന്നുകൂടെ ഉണക്കാൻ വെച്ചതാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ കലവും ശ്രദ്ധിക്കുക, മുറ്റം അടിച്ച് വരാമെന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. മുറ്റമൊക്കെ ചെയ്തതിന് ശേഷം നല്ല സുഖമാണ് ഇപ്പോൾ അടിച്ച് വരാൻ. ചെറിയ അത്യാവശ്യം ഈ പ്ലാവിൻ്റെ, പേരക്കേൻ്റെ, മാവിൻ്റെ ഇലകളൊക്കെ വീഴാനുള്ളൂ. അപ്പോൾ ഒരു ഈർക്കിൽ ചൂലുകൊണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാൻ സുഖമാണ്. പക്ഷേ ടാസ്ക് അതല്ല. അതിനപ്പുറത്ത് ഇട്ട മെറ്റലിൽ വീഴുന്ന ഇല പെറുക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ നമ്മൾ ചൂലുകൊണ്ട് അടിച്ച് വാരുമ്പോൾ അത് മെറ്റലടക്കമാണ് ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ അതിപ്പോൾ ചെറിയൊരു പണിയാണ്. പക്ഷേ ഈ കൊഴിഞ്ഞ് വീണ ഇലകൾ കൈയോട്ട് പെറുക്കാനേ ഉള്ളൂ. ഡെയിലി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇന്ന് കുറച്ച് ഇലയുള്ളൂ. ഇന്നലെ ഞാൻ അഴിച്ചു വാരിയത് കാരണം. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ അങ്ങ് ചെയ്ത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ പണി ഈസിയാണ്. മുറ്റൊക്കെ അടിച്ചു വാരി ഞാൻ അടുക്കളയിലെ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ ഒന്ന് കഴുകി. ഇതിൽ ചെറിയ ഈ വെള്ളം തെറിച്ചതിൻ്റെയൊക്കെ പാടുകളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ കഴുകി വന്നപ്പോൾ നല്ല വൃത്തിയായി. ഇപ്പോൾ മഴയില്ലാത്ത കാരണം ഞാൻ പുറത്തുനിന്നാണ് അലക്കാറ്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലിടാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് അലക്കാമെന്ന് കരുതി. എനിക്കിഷ്ടം പുറത്തുനിന്ന് കല്ലിൽ അലക്കാനാണ്. എന്നാലും മഴയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിലിടാറാണ് പതിവ്. ഇന്നിപ്പോൾ അലക്കിയാലും വാഷിംഗ് മെഷീനിലിട്ട് ഒന്ന് ഉണക്കേണ്ടി വരും. കാരണം മഴയെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. എങ്ങാനും പെയ്താൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞ് തുണി ഉണക്കാനാണ് ഞാൻ വന്നത്. ഈ ഓപ്പൺ ടെറസിൽ നല്ല കാറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട തുണി ഒന്ന് ഈ അയലിലൊന്ന് വിരിക്കുമ്പോഴേക്ക് തന്നെ ഉണങ്ങിക്കിട്ടും. ഈ ഒരു സ്പേസ് ഉള്ളത് കൊണ്ട് മഴക്കാലത്ത് തുണി ഉണക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇന്നലെ അയലിട്ട തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വേണം ഇന്ന് ഉണക്കിയ തുണി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുത്ത് തുണി അയലിലിടാണ്. ഇവിടെ വേറെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞു വീട് പണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ബാലൻസ് വന്ന സാധനങ്ങൾ, അങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു തയ്യൽ മെഷീനുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ നേരത്തെ കൊണ്ടുവച്ച തുണി മടക്കി വെക്കുകയാണ്. ഇതൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പം ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ചോറിൻ്റെ പരിപാടിക്ക് ഞാൻ താഴേക്ക് പോകും.
കുളിയൊക്കെ കഴിഞ്ഞ് വരാം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.